രഘു ഉണ്ട് പാലക്കാട് നിന്നും. രഘു നമസ്കാരം. രഘുവിന് സിബിൽ സ്കോർ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് കിട്ടിയിട്ടില്ല. വലിയൊരു പ്രോബ്ലമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, പാലക്കാട് സ്ഥലം. അപ്പൊ സാർ, ഞാൻ ഇന്നേ വരെ ലോണുകൾ ഏതും അധികം എടുത്തിട്ടില്ല. ഞാനൊരു കാർ ലോണും മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാ അടവുകളും നമ്മൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പം എന്റെ വീട് പണി കഴിഞ്ഞിട്ട് അവന്റെ ഫൈനൽ സ്റ്റേജ് ആയപ്പോൾ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വന്നപ്പോൾ ഞാൻ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തതാണ്. അപ്പോഴാണ് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മാനേജേഴ്സാ പറഞ്ഞത്, എന്റെ പേരിൽ 5 ലക്ഷം രൂപയോളം ബാധ്യത വന്ന് കിടക്കുന്നുണ്ടല്ലോ, അത് ഫിനിഷ് ചെയ്തിട്ടില്ലെന്ന് ചോദിച്ചു. ആക്ച്വലി സാർ, അത് അങ്ങനെ അവർക്ക് ബാങ്കിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളെടുത്ത ലോണായിട്ട് അവർക്ക് പ്രിവ്യൂ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ നമ്മൾ സിബിൽ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. ഞാൻ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ബാംഗ്ലൂരുള്ള 2 വ്യക്തികളുടെ പേരിലാണ് ഈ 5ഓളം ലോണുകൾ എടുക്കുന്നത്. അത് താങ്കളുടെ ആധാറോ താങ്കളുടെ പാനോ അവർ എടുത്താണോ ഇത് ചെയ്തത്? ഇല്ല സാർ, അത് അങ്ങനെ ഒരു പാനും ഒരു ആധാർ നമ്പർ ഒന്നും പോയിട്ടില്ല. ആക്ച്വലി എന്റെ പേര് രഘു എന്നാണ്, ആ ക്ലയന്റിന്റെ പേരും സെയിം രഘു തന്നെയാണ്. അയ്യോ, എന്നിട്ട് അവസാനം എനിക്കിത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന അറിയാത്തൊരവസ്ഥയായി. നമ്മൾ പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടു, നമ്മൾ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തു. അവസാനം എനിക്ക് ഒന്നും എങ്ങനെ സോൾവ് ചെയ്യുന്ന അറിയാത്തൊരവസ്ഥയായപ്പം ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചു. ഈ 7 ബാങ്കിലേക്കും വക്കീൽ നോട്ടീസ് അയച്ചു, മെയിൽ ത്രൂ കംപ്ലൈന്റ് ചെയ്തു. എന്നിട്ടും പ്രോപ്പർ റെസ്പോൺസ് ഇല്ല. അവസാനം ഈ ക്ലയന്റിനെ ഞാൻ വിളിച്ചു. ബാംഗ്ലൂരിലെ ക്ലയന്റിനെ വിളിച്ചപ്പോൾ ആള് പറയുന്നത്, എന്റെ 4 ലക്ഷം രൂപയോളം ബാധ്യത താൻ അടച്ചു തീർക്ക്, എന്നിട്ട് താൻ സിബിൽ സ്കോർ ഉണ്ടാക്കിക്കോന്നാണ് പറയുന്നത്. അയ്യോ, പിന്നെ എങ്ങനെ പരിഹരിച്ചു? ഞാൻ സാറേ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അടുത്ത കാലത്തൊന്നും. ഞാനത് ഡെയിലി രഘു എടുക്കാത്ത ലോണിന്റെ രഘു ഇങ്ങനെ ഓടുകയാണ്. സീരിയസ്ലി സാർ, ഞാൻ 10 ദിവസം 20 ദിവസത്തോളം ശരിക്കും ഉറക്കമില്ലാത്ത ഓട്ടമായിരുന്നു. ഞാൻ ആക്ച്വലി 7ഓളം ഓൺലൈൻ ബാങ്ക്സ് ആണ്. എന്റെ 2 സുഹൃത്തുക്കളുണ്ട്, ബാങ്ക് മാനേജേഴ്സ് ആണ്. ഒന്ന് SBI ബാങ്കും ഒന്ന് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ എന്റെ സുഹൃത്തുണ്ട്. ഇവർ ഇൻഫോം ചെയ്തിട്ടാണ് ഞാൻ ഇത് അറിയുന്നത്. ആക്ച്വലി മനസ്സിലായി രഘു. താങ്ക് യു രഘു. പാലക്കാട് നിന്ന് വിളിച്ചപ്പോൾ പ്രേക്ഷകർ മനസ്സിലായി. നിങ്ങൾ ലോൺ എടുത്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ പേരിൽ മറ്റുള്ളവർ ഏതെങ്കിലും തരത്തിൽ വ്യാജരേഖകൾ ചമച്ച് ലോൺ എടുത്താൽ പോലും നിങ്ങളുടെ സിബിൽ സ്കോർ കുറയും. പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ നിങ്ങളുടെയൊക്കെ അക്കൗണ്ടൊക്കെ ഭദ്രമാണോ എന്ന് പരിശോധിച്ചോളൂ കേട്ടോ. നിങ്ങളുടെ ഇപ്പോൾ രഘുവിന് സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് പറ്റണ്ട. ബാംഗ്ലൂരിലിരിക്കുന്ന ഒരു രഘു നിങ്ങളുടെ പേരിൽ ലോൺ എടുത്ത് നിങ്ങളുടെ പേരിൽ ബാധ്യതയായി നിങ്ങളുടെ സിബിൽ സ്കോർ കുറയ്ക്കുന്ന സാഹചര്യം അതുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെയൊക്കെ പേരിൽ ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ ബാങ്കിൽ എടുത്തിട്ടുണ്ടോ എന്ന് സിബിൽ സ്കോർ അത്യാവശ്യമായി ചെക്ക് ചെയ്യുക. ആ സിബിൽ സ്കോർ കുറഞ്ഞിരുന്നാൽ പെട്ടു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഒരു നീതിബോധവുമില്ലാതെയാണ് സിബിൽ സ്കോർ ക്രമീകരിക്കുന്നത്.